നമസ്കാരം. ഇന്ന് വിഷുവാണ്. അപ്പം ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ ആഘോഷങ്ങളൊന്നുമില്ല. ഈ കൊല്ലം ഞങ്ങൾക്ക് വിഷു ഇല്ല. അപ്പോൾ ഈ പടക്കങ്ങളില്ല, ആഘോഷങ്ങളില്ല, സദ്യ ഇല്ല, വിഷുക്കട്ടില്ല, അതുപോലെ കണി വെച്ചില്ല, അതൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അച്ഛൻ ഞങ്ങളെ വിട്ട് പോയിട്ട് 4 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ അച്ഛൻ്റെ നഷ്ടം ഭയങ്കര ഒരു നഷ്ടം തന്നെയാണ്. എല്ലാവരും പറയും വയസ്സായവർ 90 വയസ്സായില്ലേ, ഇനിയിപ്പോൾ ഇത്രയൊക്കെ ജീവിച്ചില്ലേ. പക്ഷെ അച്ഛൻ്റെ നഷ്ടം ഞങ്ങൾക്ക് തീരാത്ത നഷ്ടം തന്നെയാണ്. അച്ഛനെ പറ്റി പറയുകയാണെങ്കിൽ അച്ഛനെല്ലാവർക്കും, മക്കൾക്കും മരുമക്കൾക്കും പേരക്കുട്ടികൾക്കും എല്ലാം ഒരുപാട് ജീവനായിരുന്നു. അപ്പം അച്ഛന് നല്ലൊരു കോൺഫിഡൻസ് തരുന്ന ഒരാളാണ്, ഒരു പോസിറ്റീവ് എനർജി തരുന്ന ആളാണ്. ഇന്ന് എന്തെങ്കിലും ഒരു നല്ല ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ വരെ നമുക്കിപ്പോൾ സങ്കടമാണ്. കാരണം അച്ഛന് കുറച്ച് നാളായിട്ട് ഓർമ്മയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് കൂടിയിട്ട് അച്ഛൻ കൃത്യത്തിനുള്ള ഭക്ഷണം കഴിക്കലും, അതുപോലെ തന്നെ എല്ലാവരോടും നല്ല ചീത്തയൊക്കെ കേൾക്കും, എന്നാലും എല്ലാവർക്കും ജീവനായിരുന്നു അച്ഛന്. കുഞ്ഞിനെ നോക്കണ പോലെ ഞങ്ങൾ അച്ഛനെ നോക്കിയിരുന്നത്. അച്ഛന് 3 പെൺകുട്ടികളാണ് ഉള്ളത്, 2 ആൺകുട്ടിയും. പക്ഷേ ഞാൻ വന്നേ പിന്നെ എന്നെയും ഈ 3 പെൺകുട്ടികളിൽ ഒരാളായിട്ട് തന്നെയാണ് അച്ഛൻ കണ്ടിരുന്നത്. അപ്പോൾ ഈ വർഷത്തെ വിഷു അതുകൊണ്ട് ഞങ്ങൾ ആഘോഷിച്ചില്ല. അപ്പോൾ നിങ്ങളായിട്ടത് എൻ്റെ ഒരു വിഷമം പങ്കുവെച്ചതാണ്.